ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് തട്ടുദോശയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. സാധാരണ ഇവർക്ക് നേർമ ദോശ ചുട്ട് നെയ്യാക്കി അങ്ങനെ ചൂടോട് കൂടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ എല്ലാവരും നേരം വൈകിട്ടേ എണീക്കുള്ളൂ. ഇന്നും 5:30 5:15 ആകുമ്പം എഴുന്നേൽക്കുന്നതാണ് ഞാനും. തണുപ്പൊക്കെ ആയത് കാരണം ഇന്ന് ക്ലാസ്സൊന്നുമില്ല, അതുകൊണ്ട് ഒരു 7 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് എഴുന്നേൽക്കുമ്പോൾ. പിന്നെ എളുപ്പത്തിന് ദോശയും കൂടിയാക്കി. പിന്നെ രാവിലെ ഒന്നും എഴുന്നേൽക്കാൻ തന്നെ തോന്നില്ല, അത്രയ്ക്ക് നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നാലും അങ്ങനെ അടുക്കള ഭാഗത്തൊക്കെ ആ കാറ്റടിച്ചിട്ട് നല്ല തണുത്ത കാറ്റും കൂടിയായിരിക്കും. അങ്ങനെ ഞാൻ ഓരോ ദോശ ചുട്ടെടുത്തു. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് 2 ദോശ വെച്ച് ചുട്ടു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പണികളൊക്കെ തീരുമല്ലോ. എഴുന്നേൽക്കാൻ നേരം വൈകുമ്പോൾ ചായ കുടിക്കാനൊക്കെ നേരം വൈകിയിട്ടോ. പിന്നെ ബോബിയേട്ടൻ ചപ്പാത്തിയാണ് കഴിക്കുക, അത് കാരണം 2 ചപ്പാത്തി കൂടി ചുട്ടെടുത്തു. സാധാരണ ഫ്രണ്ടിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കി ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കും. പക്ഷേ ഇപ്പോഴത്തെ ഈ തണുപ്പും തണുത്ത കാറ്റും കാരണം വേഗം ഡോറൊക്കെ അടയ്ക്കും കേട്ടോ. പിന്നെ അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിലൊന്നും രാവിലെ തന്നെ തുറക്കാറേ ഇല്ല. പിന്നെ ദോശയുടെ കൂടെ കഴിക്കാൻ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ സാമ്പാർ രാവിലെ തന്നെ വറുത്തരച്ചൊന്നും വെച്ചതല്ല കേട്ടോ. കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറും പിന്നെ കുറച്ചൊരു ചട്നിയും കൂടി ഉണ്ടാക്കി കേട്ടോ. എനിക്ക് ആദ്യം ഈ പൊടിയിൽ വെച്ചിങ്ങനെ ചപ്പാത്തി പരത്താൻ ഒട്ടും പറ്റില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏതായാലും അതൊക്കെ പഠിച്ചു. പിന്നെ ചപ്പാത്തി രാത്രി 2 ചപ്പാത്തി ചുടും. അപ്പോൾ അതിൽ 2 ചപ്പാത്തീൻ്റെത് രാവിലത്തേക്കും കൂടി അങ്ങോട്ട് കുഴച്ച് വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ പിന്നെ ഈ ചപ്പാത്തി കുഴയ്ക്കുന്ന പണിയില്ല, അതൊന്നും പരത്തി ചുടേ വേണ്ടു. അപ്പം പിന്നെ നമ്മുടെ സാമ്പാറും ഒക്കെ റെഡിയായി. സഞ്ജു പിന്നെ നേരത്തെ എണീറ്റു കേട്ടോ. അങ്ങനെ ഞാനും സഞ്ജുവും കൂടി ചായയൊക്കെ കുടിച്ചു. ചക്കര പിന്നെ ഇന്ന് നേരത്തെ ഒന്നും എണീക്കില്ല. എന്നും നേരത്തെ എണീറ്റ് 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് ചക്കര പോകുന്നതല്ലേ. അപ്പം നേരത്തെ എണീക്കുന്നത് കാരണം ചക്കര സ്കൂളിൽ ലീവുള്ള ദിവസം പിന്നെ കുറേ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ എഴുന്നേൽക്കുള്ളൂ. പിന്നെ ചായേൻ്റെ കൂടെ തന്നെ വേഗം ചോറിനുള്ളതും കൂടി റെഡിയാക്കി കേട്ടോ. പിന്നെ ഇന്ന് മത്തിയാണ് കേട്ടോ കിട്ടിയത്, കുഞ്ഞൻ മത്തി. അത് പിന്നെ ചക്കരയ്ക്ക് സഞ്ജുവിനും പിന്നെ ഇഷ്ടമില്ല. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ പൊരിക്കാനൊന്നും നിന്നില്ല, എല്ലാവർക്കും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ആയത് കാരണം ചിക്കനും പിന്നെ കുറച്ചൊരു ചാറോട് കൂടി ഒരു ഗ്രേവിയാക്കി ചിക്കനും കൂടി ഉണ്ടാക്കി കേട്ടോ. പിന്നെ രാവിലത്തെ സാമ്പാറും എല്ലാം കൂടി ആയപ്പം ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയും അതും വേഗം കഴിഞ്ഞു കേട്ടോ. ഇപ്പം രാവിലെ നല്ല തണുപ്പാണല്ലോ, അത് കാരണം രാവിലെയുള്ള കുളിയൊന്ന് മാറ്റി വെച്ചു കേട്ടോ. ഏകദേശമൊക്കെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുളിക്കാറ്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി. ചില ദിവസം ഉറങ്ങാറുള്ളൂ കേട്ടോ, ഇപ്പം അധിക ദിവസം ഉറങ്ങാറൊന്നുമില്ല. പിന്നെ വൈകുന്നേരത്തെ ചായ പരിപാടിയൊക്കെ നോക്കി കേട്ടോ. ചിലപ്പോൾ സഞ്ജു ചക്കരയും ചായ കുടിക്കും, പിന്നെ അധിക ദിവസവും ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമാണ് കേട്ടോ കഴിക്കാറ്. പിന്നെ അവർക്ക് പഴം ഉണ്ടായിരുന്നു, അതെടുത്ത് ജ്യൂസ് അടിച്ചു. പിന്നെ കുറച്ച് അവിലും പിന്നെ കടലല്ലേ, നിലക്കടല, അതും ജ്യൂസിലിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണല്ലോ. അങ്ങനെ അവർക്കൊരു ജ്യൂസും പിന്നെ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് വെച്ച് ചായ ഉണ്ടാക്കിയിട്ടോ. മധുരം വല്ലാതെയൊന്നും കഴിക്കാറില്ല, എന്നാൽ ഇടയ്ക്കൊക്കെ ഒരു മധുരം കഴിക്കാൻ തോന്നുമ്പോൾ അങ്ങനെ മിൽക്ക് മെയ്ഡൊക്കെ വെച്ചൊരു ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ വൈകുന്നേരമായ അധികം മുറ്റത്ത് അങ്ങനെ ചെടികളൊക്കെ ആയിട്ടാണ് കേട്ടോ അങ്ങനെ നേരം പോക്കുക. പിന്നെ കുറച്ച് പൂച്ചക്കുട്ടികളുണ്ട്, അവർക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ മിച്ചറോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അവരതൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ ചെടികൾ കടലാസ് പൂവാണ്, നിറയെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സീസണാണല്ലോ, അപ്പോൾ അതിൽ കുറേ ഇലകളും ചീത്തയായ പൂവും ഒക്കെ വെട്ടി മാറ്റി. പിന്നെ ചെടികളൊക്കെ ഒന്ന് നനച്ചു. വൈകുന്നേരത്തെ നേരങ്ങൾ അങ്ങനെയാണ് കേട്ടോ ചിലവഴിക്കാറ്. പിന്നെ അപ്പോഴത്തേക്ക് തന്നെ സന്ധ്യാവാറായി, പിന്നെ വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു ദിവസം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सद्गर्भवतु मे सदा।